ഹായ്. അപ്പൊ ഇത് ഞങ്ങടെ ഒരു ലേഡീസ് ട്രിപ്പാണേ. അപ്പൊ കുറച്ച് നാളായി ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴാണ് പോകാൻ സാധിച്ചത്. അപ്പൊ ഞങ്ങൾ ലേഡീസ് മാത്രം. പുരുഷന്മാരൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളെങ്ങോട്ടാ പോണ്ടേന്നറിയണ്ടേ? നമ്മള് ഇല്ലിക്കക്കല്ല്, ഇലവിഴാപ്പൂഞ്ചിറ, പിന്നെ നമ്മളൊരു വെള്ളത്തിൽ വെള്ളം ഏതാന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മള് പോണ വഴിക്ക് ഏതെങ്കിലും വെള്ളത്തിലിറങ്ങി ഉച്ചകഴിഞ്ഞ് ഫുൾ വെള്ളത്തിലും അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അതിന് മുമ്പ് ബസ്സിലൊക്കെ കുറച്ച് ഡാൻസും ഇതൊക്കെയായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണെന്നറിയാമോ? നമ്മുടെ തിരുവാതിര ടീം അംഗങ്ങളാണ്. അപ്പോൾ ആദ്യം നിൽക്കുന്നതാണ് നമ്മുടെ മാസ്റ്റർ ഡാൻസ് മാസ്റ്റർ വിക്രം. അപ്പോൾ നമ്മുടെ തിരുവാതിര ഗ്യാങ്ങിലെ എല്ലാവരും കൂടെ നമ്മൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. എല്ലാരും ഇല്ല. കുറച്ച് പേര് മിസ്സിംഗ് ആണ്. കുറച്ച് പേർക്കൊക്കെ എന്തൊക്കെയോ ഇടക്കേടുകളുണ്ടായിരുന്നു. അത് കാരണം എല്ലാവർക്കും കൂടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി അത് അടുത്ത ട്രിപ്പിൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ അവൈലബിൾ ആയിരുന്നവരെല്ലാരും കൂടെ ഞങ്ങളങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലിക്കക്കല്ലിലെത്തി. അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ ജീപ്പിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അല്ല ഞങ്ങൾ ഒരു വണ്ടിയിൽ അവിടെ ഓഫ് റോഡൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ ഇടിച്ചു കുത്തി കയറി. ഫുൾ കോടയായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല. എന്ത് മല? എന്തോ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ മലകയറൽ ചലഞ്ച്. നമ്മുടെ സീമാൻറ്റി പിടിച്ച് കയറുന്നുണ്ട്. നമ്മുടെ സീമാൻറ്റി കയറിക്കുന്നു. മഞ്ജുവാൻറ്റി ആദ്യം കയറി സീമാൻറ്റി കയറിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും കൈയടിച്ച് പാസാക്കൂ. അങ്ങനെ നമ്മളിത് ടോപ്പിലെത്തി. ടോപ്പിൽ നല്ല വ്യൂ ആയിരുന്നു. പിന്നെ എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ പുല്ലിനൊക്കെ അവർ തീയിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കരിഞ്ഞുണങ്ങിയ പുല്ലൊക്കെ പോയിട്ട് നല്ല പുതിയ പുല്ല് വരാനായിട്ട് അവിടെയുള്ളവർ തീയിട്ടേക്കുവാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര കാറ്റുമായിരുന്നു. കാറ്റിൽ ഈ പൊടി പറക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ളൂ. ബാക്കി എല്ലാ വ്യൂവും ഓക്കെ. ആ കാണുന്ന ടോപ്പിലാണ് നമ്മൾ പോയിട്ട്. അവിടെ നിന്നാണ് നമ്മളെ മറ്റേ പാറ കാണുന്നത്. അത് മുഴുവൻ കയറി കയറാനായിട്ട് ഇച്ചിരി പാടാണ്. ഞങ്ങൾ മുമ്പ് പ്രാവശ്യം വന്നപ്പോൾ നല്ല കോടയായിരുന്നു. കോട കാരണം മലയൊന്നും കാണാൻ മേലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് മലയും കാണാൻ ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് പോകുന്നതാണ് വീട്ടിൽ നിന്ന്. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ വെയിലൊന്നും ഇല്ലായിരുന്നു. കണ്ട് നമ്മൾ 8 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഇലവിഴ പൂഞ്ചിറയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ നൈസായിരുന്നു.
അപ്പോൾ ദേ നമ്മൾ ഇലവീഴാപൂഞ്ചിറ എത്തി. അവിടെയും അതേ ജീപ്പിൽ പോണം നമ്മള്. അവിടെ ഒരു ജീപ്പിൽ പോയാൽ 3 സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കും. ഒന്ന് നമ്മൾ ഈ ടോപ്പ്, മലയുടെ ടോപ്പ്, പിന്നെ ഇലവീഴാപൂഞ്ചിറ, പൂഞ്ചിറ ഒരു തടാകം പോലത്തെ അവിടെ കൊണ്ടുപോകും. പിന്നെ മുനിയറ. നല്ല ഓഫ് റോഡായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ആർക്കും ഫുഡും കഴിക്കാൻ ഇങ്ങനെ ഓറഞ്ചൊക്കെ പൊളിച്ചിട്ട് വായിലൊന്നും വെക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ വീഡിയോ ഒരു കണക്കിനാണ് ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ആദ്യം പോകുന്നത് നമ്മൾ ആ മലയുടെ ടോപ്പിലോട്ടാണ്. പിന്നെ നമ്മൾ ആ തടാകത്തിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ല നന്നായിട്ട് നമ്മുടെ ബോഡിയൊക്കെ ഷെയ്ക്കായി കൊള്ളായിരുന്നു. അപ്പോൾ ദേ നമ്മൾ മലയുടെ ടോപ്പിലെത്തി. ഇവിടെയും കുറച്ച് നടക്കാറുണ്ട്. പക്ഷേ അവിടുത്തെ പോലെ പിടിച്ച് കയറേണ്ട സാഹചര്യം ഇല്ല ഇവിടെ. ഇവിടെ നമുക്കിങ്ങനെ നടന്ന് നോർമലായിട്ട് എന്നാലും കുറച്ച് ദൂരം അങ്ങ് നടക്കണം. നമ്മുടെ ഇലവീഴാപൂഞ്ചിറ ഫിലിമിൽ കാണിക്കുന്ന ആ പ്ലേസിലൊക്കെ ഏറ്റവും ടോപ്പിൽ അവിടെയാണ് മെയിൻ ടോപ്പ്. അപ്പോൾ അവിടെ വരെ ഞങ്ങൾ നടന്നു. എല്ലാവരും നടന്നൊരു പടായി. അപ്പോൾ അവിടെ നിന്നൊരു കൊച്ചിനെ കൊണ്ടൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുപ്പിച്ച് ഞങ്ങൾ അടിച്ചുപൊളിച്ച് ഞങ്ങൾ കയറുകയാണ്. നല്ല രസമില്ല ടോപ്പ് വ്യൂ ആകാശത്തിൻ്റെയൊക്കെ ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. ഈ കരിഞ്ഞുണങ്ങി നിൽക്കണം മാത്രമേ ഒരു കുഴപ്പമായിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഇടിമിന്നൽ കൂടുതലായിട്ട് ഏൽക്കുന്ന സ്ഥലമാണ്. മഴക്കാലത്താണ് കൂടുതൽ റിസ്ക് ഇവിടെ. അതിന് വേണ്ടിയിട്ടുള്ള ടവറൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. മലകൾ വേണമെങ്കിൽ ബാക്കിലോട്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ ഓക്കെ സൂപ്പർ. ഇപ്പൊ തന്നെ ആയിക്കാണോല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും ഇലവീഴാപൂഞ്ചിറ. ഇവിടെ ഇതിനകത്ത് ഇലയൊന്നും വീഴാത്ത കാരണമാണ് ഇങ്ങനൊരു പേര് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. അപ്പോൾ ഇത് കുടിവെള്ളത്തിനായിട്ട് എടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ കുളമാണ്. അപ്പോൾ അത് ആൾക്കാരൊക്കെ കൂടി അത് നല്ല വീതിയും ആഴമൊക്കെ ഉള്ളതാക്കി. അപ്പോൾ ഇതിന് 6 ആൾക്കാർ നിൽക്കണ അത്രയും ആഴമുണ്ട് അവിടെ. അപ്പോൾ ഇത് അവിടെ താഴോട്ടൊക്കെ കുടിവെള്ളം കിട്ടാത്ത ഒരുപാട് വീടുകളുണ്ട്. അങ്ങോട്ടൊക്കെ കുടിവെള്ളത്തിനായിട്ട് എടുക്കുന്നത്. അവിടെ ഇറങ്ങാനും കാല് നനക്കാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത മുനിയറയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ റോഡ്, അങ്ങോട്ടേക്കുള്ള റോഡ്. അപ്പോൾ മുനിയറയിൽ വലിയ കാര്യമായിട്ട് ഞാൻ പോയതാണ് അന്ന്. മുനിയറ എന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ളിലോട്ട് താഴോട്ട് ഇറങ്ങി ചെന്ന് അവിടെ ഒരു ഗുഹ പോലെ സംഭവം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഈ പോണ വഴി നല്ല റോഡാണ്.
ഇതാണ് ഡാം. മൂലമറ്റം ഡാമാണോ എന്ത് ഡാമാണ്? മലങ്കര ഡാം. ഇതാണ് ഡാം. പതുക്കെ പതുക്കെ. ഇതാണ് നമ്മുടെ അടുത്ത പ്ലേസ്, ത്രിവേണി സംഗമം മൂലമറ്റം ഡാമിൻ്റെ. അതാണ് 3 നദികൾ വന്ന് ചേരുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു, നല്ല കുളിക്കാനും എല്ലാം നല്ല. അവിടെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വെള്ളമില്ലാത്ത ടൈം ആയതുകൊണ്ട് ഡാമിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ വലിയ വെള്ളമൊന്നുമില്ലായിരുന്നു. നമ്മൾ കയറാറായപ്പോൾ വൈകിട്ടായപ്പോൾ വെള്ളം കൂടും ഇടക്ക്. അങ്ങനെ ഡാമിൽ നിന്നൊക്കെ വെള്ളം തുറന്നു വിട്ടാൽ ചിലപ്പോൾ വെള്ളം കൂടും. അങ്ങനെ വലിയ റിസ്ക് ഒന്നുമില്ല. അവിടെ ആൾക്കാരൊക്കെ അലക്കവും കുളിക്കും. നമ്മുടെ സൈഡിൽ നമ്മൾ അങ്ങനെ ഒത്തിരി ഇറങ്ങിയൊന്നുമില്ല. നമ്മുടെ അടിപൊളി പ്ലേസ് ആയിരുന്നു കുളിക്കാനൊക്കെ ആയിട്ട്. നല്ല രസമുണ്ടായിരുന്നു അവിടെ സ്ഥലം. അതിൻ്റെ അടുത്തായിട്ട് നല്ലൊരു തൂക്കുപാലവും കൂടി ഉണ്ടായിരുന്നു. പഴയ ഇരുമ്പിൻ്റെ ആണ്. ഏകദേശം അതിൻ്റെ പണ്ടത്തെ പുരാതനമാണ്. തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ കയറി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ താഴെ ഇറങ്ങി. അപ്പോൾ കാണാം.